ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശ്രീകാന്ത് വർഷയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഈ തീരുമാനം മാറാനൊന്നും വഴിയില്ലല്ലോ അല്ലേ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് പിന്നെ തിരിച്ച് നിൻ്റെ വീട്ടിൽ പോകണമെന്ന് അങ്ങനെ പറയുമോയെന്ന്. അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ എനിക്ക് ശ്രീകാന്തിൻ്റെ വീട്ടിൽ പോകണം, അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറയും. എന്നാൽ നീ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ 10 മിനിറ്റിനകം വരാമെന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നുണ്ട് ശ്രീകാന്ത്. സന്തോഷത്തിലാണ് വർഷയും നിൽക്കുന്നത്. ഈ സമയം മഹിമയാണെങ്കിൽ എല്ലാ പ്ലാനും പൊളിഞ്ഞ് സങ്കടത്തിലിരിക്കുകയാണ്. മധുസൂദനും വന്ന് പറയുന്നുണ്ട്, നിൻ്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞല്ലേ, സാരമില്ല, അവൾ എന്നെയും കൂടെ കുറ്റപ്പെടുത്തിയിട്ടല്ലേ പോയിരിക്കുന്നതെന്നൊക്കെ പറയും. നമുക്ക് നമ്മളുടെ മോളുടെ സ്വഭാവം അറിയാമല്ലോ, അവൾക്ക് വേണ്ട എന്ന് തോന്നിയാൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ വേണമെന്ന് പറയും, വേണമെന്ന് പറയുന്ന സാധനം കുറച്ച് കഴിയുമ്പോൾ വേണ്ടെന്ന് പറയും. അങ്ങനത്തെ സ്വഭാവമല്ലേ, അവൾ ഇങ്ങനെ തിരിച്ച് വന്നോളും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ആ സച്ചി ഉള്ള വീട്ടിലേക്ക് അവൾ പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ നഷ്ടം ഉണ്ടായത്? ഞാനല്ലേ ശരിക്കും ആ തെമ്മാടിയുടെ കയ്യിൽ നിന്ന് തല്ലെല്ലാം മേടിച്ച് കൂട്ടിയത്, എന്നിട്ടൊരു പ്രയോജനം ഉണ്ടായില്ലെന്ന് മധുസൂദനൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വർഷയും ശ്രീകാന്തും കൂടെ വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പം രവീന്ദ്രൻ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇവരെ സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട്, ചന്ദ്ര ഇങ്ങോട്ട് വന്നേ, നോക്ക് ധാരാ വന്നിരിക്കുന്നു നോക്കാമെന്നൊക്കെ. അപ്പം ചന്ദ്രമതി ഓടി വന്ന് എന്താ രവിയേട്ടാന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട്. അന്നേരത്തേന് വർഷയും ശ്രീകാന്തും വന്നിരിക്കുന്ന കാണും. അന്നേരം അവർ സന്തോഷത്തിൽ ഓടിച്ചെന്ന്, മോനെ നിങ്ങൾ വന്നല്ലേ, നിങ്ങൾ വാരത്തിലെന്നാണ് ഞാൻ വിചാരിച്ചത്, എന്നാലും ഞാനൊന്ന് വിളിച്ചപ്പം തന്നെ നീ വന്നല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം ആകുന്നുണ്ട്. രവീന്ദ്രനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് ശ്രീകാന്ത്. മോനെ നീ വന്ന് എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ശ്രുതി സൗണ്ടൊക്കെ കേട്ട് വന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരെ കണ്ടു കഴിയുമ്പോഴത്തേനും ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ലോട്ട് ഇവർ വന്നത്. അന്നേരം അകത്ത് കയറി വന്ന് കഴിയുമ്പോഴത്തേന് രേവതിയും ഇവരെ കണ്ട് ഓടി വരുന്നുണ്ട്. വർഷയെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അതും അങ്ങോട്ട് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, രേവതിയും വർഷയും കൂടെ തമ്മിലുള്ള കൂട്ടുകെട്ടൊന്നും. അത് കഴിയുമ്പോഴത്തേന് ശ്രുതി ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നുണ്ട്, ഇവർ വന്നല്ലോ, വഴിയല്ലെന്നാണ് ഞാൻ വിചാരിച്ചെന്ന്. അത് കഴിയുമ്പോഴത്തേന് സച്ചിയും ഇറങ്ങി വരും. സച്ചിക്കും സന്തോഷമാകുന്നുണ്ട്, ശ്രുതിക്കും സന്തോഷമാകുന്നുണ്ട്. ശ്രുതിക്ക് മാത്രം പക്ഷേ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇവർ വന്നതിൽ. ചന്ദ്രമതി പറയുന്നുണ്ട്, ചന്ദ്രമതി വിളിച്ചിട്ടാണല്ലോ വന്നത്, ചന്ദ്രമതിയെ കാണാതിരിക്കാൻ പറ്റാഞ്ഞിട്ട് വന്നതാണോ എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അന്നേരത്തേനുടനെ ശ്രുതി പറയും, എന്നാലും നിങ്ങൾ വരുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല, നിങ്ങളുടെ അച്ഛനോട് അങ്ങനെയൊക്കെ അല്ലേ പെരുമാറിയത് സച്ചി എന്നൊക്കെ ചോദിക്കും. അന്നേരം എല്ലാവരും അങ്ങ് ഞെട്ടുന്നുണ്ട്, ഇടയ്ക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിന്. അന്നേരം അത് കാരണമാണോ വരാതിരുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഉടനെ രവീന്ദ്രൻ പറയും, മോളെ ഇപ്പോൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇവരിങ്ങനെ വന്നല്ലോ എന്ന്. അപ്പം വർഷ പറയുന്നുണ്ട്, അത് ശരിയാ അങ്കിൾ, പാസ്റ്റ് ഈസ് പാസ്റ്റ്, അതുകൊണ്ട് ഇനി നമ്മൾ പ്രസൻറ്റിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞ ഉടനെ ഒരു കേക്കൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ചോദിക്കും, ആരുടെയാണ് ബർത്ത്ഡേ എന്ന്, ആരുടെയും ബർത്ത്ഡേ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആരുടെയും ബർത്ത്ഡേ ഒന്നുമില്ല എന്ന് പറയുമ്പോഴത്തേന് പിന്നെ എന്തിനാ കേക്ക് മേടിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേന് വർഷ പറയും, ബർത്ത്ഡേക്ക് മാത്രമല്ലല്ലോ കേക്ക് മുറിക്കുന്നത്, അല്ലാതെ ഓരോ സന്തോഷം വരുമ്പോഴും നമുക്ക് കേക്ക് മുറിക്കാൻ പറ്റും, ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഭയങ്കരമായ സന്തോഷം നൽകും എന്നൊക്കെ വർഷ പറയും. അന്നേരത്തിന് ചന്ദ്രമതിക്ക് അങ്ങ് സന്തോഷമാണ് വർഷയോട്. മാക്സിമം നോക്കിയിട്ടും വർഷയൊന്നും ഇളക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ചമ്മി നിൽക്കുകയാണ് ശ്രുതി. അന്നേരത്തേനുടനെ രവീന്ദ്രൻ പറയും, എന്തായാലും മക്കളെ നിങ്ങളുടെ ഒരു സന്തോഷം അത് തന്നെയാണ് വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടനെ പിന്നെ കേക്ക് മുറിക്കുന്നുണ്ട്. കേക്ക് മുറിച്ചിട്ട് വർഷയും ശ്രീകാന്ത് പരസ്പരം അത് വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കഷ്ണം കേക്ക് എടുത്ത് ശ്രുതിയുടെ കൈ കൊടുത്തിട്ട് പറയും ശ്രുതിയുടെ വായി വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ശ്രുതി അങ്ങനെ പരസ്പരം വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമാണ് ചന്ദ്രമതിക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്ത കേക്ക് എടുത്ത് രേവതിയിലേക്ക് കൊടുത്തിട്ട് പറയും സച്ചി ഏട്ടന് വായി വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ സച്ചി ഏട്ടന് രേവതി അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ കയ്യിൽ സച്ചിയുടെ കൈ കൊടുത്തിട്ട് രേവതിയുടെ വായിലും വെച്ച് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരും പരസ്പരം ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഇതൊന്നും ചന്ദ്രമതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, ഇവരുടെ കാര്യമാകുമ്പോൾ ഇഷ്ടപ്പെടുന്നേ ഇല്ല. അന്നേരം വർഷ പക്ഷേ ഭയങ്കര സന്തോഷത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അന്നേരം സച്ചി പറയും, എന്നാലും ഇവർ തിരിച്ചു വരുമ്പോൾ എന്നോട് വഴക്കുണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിച്ച അന്നത്തെ ആ ഫംഗ്ഷൻ്റെ പേരിലെന്ന്. അതൊക്കെ എന്തിനാ സച്ചിയേട്ടാ ഇപ്പം ഇനി ഓർക്കുന്നത്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പം നമുക്ക് നമ്മളുടെ ജീവിതം നന്നായിട്ട് ആഘോഷിക്കാമെന്നൊക്കെ പറയും. അന്നേരത്തേന് രവീന്ദ്രനും പറയുന്നുണ്ട്, ശരിയാ വർഷ പറഞ്ഞതാ ശരി മോളെ, ഇന്നത്തെ ദിവസം എന്തായാലും നീ നന്നാക്കി എടുത്തു, എല്ലാവർക്കും സന്തോഷമാക്കി എന്ന് പറയും. എന്നിട്ട് ഉടനെ വർഷം ഒരു കഷ്ണം കേക്ക് എടുത്തിട്ട് ചന്ദ്രമതിയിലേക്ക് കൊടുത്തിട്ട് പറയും രവീന്ദ്രൻ്റെ അച്ഛൻ്റെ വായിലോട്ട് വെച്ച് കൊടുക്കാൻ പറയും. അപ്പോൾ രവീന്ദ്രൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും വെച്ച് കൊടുക്കാൻ പറഞ്ഞ് കൊടുക്കും. അന്നേരത്തേന് ഇവർക്കും സന്തോഷമാകുകയാണ് ഇതെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന്. അപ്പം രേവതിയൊക്കെ എല്ലാവർക്കും എന്താ കഴിക്കാൻ വേണ്ടത്, ഞാൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ വർഷം പറയും, ഇന്ന് തന്നെയാണ് രേവതി ചേച്ചിക്ക് റെസ്റ്റാണ്, ഞാൻ എല്ലാ ഫുഡും പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ പോവുക, അതുകൊണ്ട് ഇന്ന് അവിടെ നിന്ന് കഴിക്കാമെന്നൊക്കെ പറയും. എന്നിട്ട് അവനെ രേവതിയൊക്കെ കേക്കൊക്കെ എടുത്തുകൊണ്ടകത്ത് വെക്കുന്നുണ്ട്. അപ്പോഴത്തേന് ചന്ദ്രമതി
ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും അവർ വന്നു, പക്ഷെ ഞാൻ വിളിച്ചുകൊണ്ടല്ല അവർ വന്നതല്ലേ എന്ന്. നീ വിളിച്ചിട്ടല്ല വന്നത്, അവർ വിളിച്ചത് വന്നതിൻ്റെ കാരണം സച്ചിൻ രേവതിയെ അവർ വിളിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത്. നീ ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് വെറുതെ മനസ്സ് പുണ്ണാക്കാൻ നോക്കണ്ട. നിൻ്റെ വായടഞ്ഞാൽ തന്നെ ഈ വീട്ടിലെ പല പ്രശ്നങ്ങളും ഇല്ലാതാകും. അതുകൊണ്ട് നീയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയേക്കരുതെന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങ് പോകുന്നുണ്ട്. അപ്പം ആകെ അടി കിട്ടിയ പോലെ നിൽക്കുകയാണ് ചന്ദ്രമതി. രാത്രിയാകുമ്പോഴത്തേന് ശ്രീകാന്ത് ശ്രുതിയും കൂടെ ടെറസിൽ കയറി നിന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അന്നേരത്തേന് ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ അമ്മായിയപ്പനെ സച്ചി തല്ലിയില്ലേ, അതിന് പേരിൽ നിനക്ക് വിഷമമുണ്ടോ ദേഷ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. എനിക്കതിന് അങ്ങനെ വലിയ ദേഷ്യമൊന്നും ഇല്ല എന്ന് പറയും. എന്നാലും അവൻ അങ്ങനെ തെറ്റ് ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഉടനെ ശ്രീകാന്ത് പറയും, അതിന് വർഷയുടെ അച്ഛനും ഓരോ തെറ്റൊക്കെ പറഞ്ഞില്ലേ, അത് കാരണമല്ലേ സച്ചിയേട്ടൻ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്, നമുക്കിനി അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ടെന്നൊക്കെ പറയും. എന്തായാലും ഇപ്പോൾ ആകെ ഒരു പ്രശ്നമാണ്, ജീവിതം തുടങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഭയങ്കര പ്രശ്നമാണ് ജീവിതത്തിൽ എന്നുള്ളത്. ജീവിച്ച് തീർക്കാൻ തന്നെ ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ ഓർക്കുന്നുണ്ട് കല്യാണം കഴിക്കണ്ടായിരുന്നു. അപ്പോൾ സച്ചി അങ്ങോട്ട് കയറി വന്നിട്ട് പറയുന്നുണ്ട്, അത് ശരിയാണ്, കല്യാണം കഴിക്കാതിരിക്കുമ്പോൾ കല്യാണം കഴിക്കണമെന്ന് തോന്നും, അത് കഴിയുമ്പോഴത്തേന് പിന്നെ ജീവിതമേ എല്ലാവർക്കും അങ്ങ് വേണ്ടെന്ന് തോന്നും എന്നൊക്കെ പറയും. എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ്, ഭാര്യമാരെ പിന്നെ പേടിച്ച് വേണം ഓരോന്നും ചെയ്യാനൊക്കെ പറയും. എന്നിട്ട് ശ്രുതി പറയും, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, ഞാനങ്ങനെ ശ്രുതിയുടെ മുമ്പിൽ അങ്ങനെ താന്നു കൊടുക്കാറൊന്നുമില്ലെന്ന്. പിന്നെ ഞങ്ങൾക്കറിയാവുന്നതല്ലേ നീ എന്തുമാത്രം പേടിച്ച് അവിടെ നിൽക്കുന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ഇവർ കളിയാക്കുന്നുണ്ട്. അന്നേരം സച്ചിയും പറയും, ശരിയാണ്, ഞാനും അതുപോലെ തന്നെയാണ്, രേവതിയുടെ മുമ്പിൽ എല്ലായ്പ്പോഴും ഒന്നും ഒരുപോലെ നിൽക്കാൻ പറ്റത്തില്ല. വഴക്കുണ്ടാക്കുമ്പോൾ വഴക്കുണ്ടാക്കും, അല്ലാത്തപ്പം സ്നേഹത്തോടെ നിൽക്കും. വഴക്കുണ്ടാക്കുമ്പോഴത്തേന് ജീവിതം വേണ്ടെന്ന് തോന്നിയെങ്കിലും പിന്നീട് തോന്നും ജീവിതം വേണമെന്ന് തോന്നും എന്നൊക്കെ പറയും. ഈ സമയം രേവതി അടുക്കളയിൽ ചായ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ശ്രുതിയും വർഷയും ആ കൂടെ നിൽപ്പുണ്ട്. അന്നേരം വർഷ പറയുന്നുണ്ട്, എന്തായാലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമായെന്നൊക്കെ. അപ്പോഴത്തേനും ഉടനെ ശ്രുതി ചോദിക്കും, എന്നാലും ഞാൻ ഓർത്തില്ല നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് എന്ന് ചോദിക്കും. വരത്തേ ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചെന്നൊക്കെ പറയും. അതെന്താ ഞാനിങ്ങോട്ട് വന്നത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുടനെ വർഷ ചോദിക്കുന്നുണ്ട്. അല്ലേ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ, വർഷയുടെ അച്ഛനെ സച്ചി എന്തുമാത്രം തല്ലിയതാ, അങ്ങനെയൊക്കെ തല്ലൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആ വർഷയ്ക്ക് അത് പൊറുക്കാൻ പറ്റുമോ, വർഷയ്ക്ക് സച്ചിയോട് ദേഷ്യമില്ലേ എന്നൊക്കെ ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേന് രേവതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. രേവതി ചോദിക്കും, എന്താ നിൻ്റെ ഉദ്ദേശം, സച്ചിയേട്ടനുമായിട്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. നിനക്കിപ്പം ഈ വീട്ടിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമെന്ന് വല്ല വിചാരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആകെ അങ്ങ് നാണം കെട്ട് പോവുകയാണ് ശ്രുതി. അന്നേരം രേവതി പറയുന്നുണ്ട്, വീടാകുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും, പക്ഷേ പിന്നീട് അത് അങ്ങ് മാറുകയും ചെയ്യും. എല്ലാവരും സ്നേഹത്തോടെ കഴിയുന്നിടത്തല്ലേ ഒരു സന്തോഷമുള്ളത്. പിന്നെ കുടുംബം ആകുമ്പോഴത്തേന് സ്നേഹമുള്ളിടത്ത് മാത്രമേ വഴക്കും പിണക്കും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. വഴക്ക് കഴിയുമ്പോൾ വീണ്ടും അതിനേക്കാൾ ശക്തിയിൽ സ്നേഹിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കും. പിന്നെ പിണക്കവും വഴക്കും ഒക്കെ നമ്മൾ അത് കഴിയുമ്പോൾ അതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കണം, പിന്നെ അതിനെക്കുറിച്ച് ഓർക്കുകയോ അത് മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയോ ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് വർഷയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെയാണ്. ശ്രുതിക്ക് അത്രയ്ക്ക് താല്പര്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.